അതുകൊണ്ട് അടിച്ചു. അയ്യോ ഹെവി സാധനമാ. ഹലോ ഗൈസ്, കാൾമി ബീച്ച് യൂട്യൂബ് ചാനലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുമ്പടുള്ള ഒരു സ്പോട്ടിലാണ് ചൂണ്ടയിടാനെ കൊണ്ട് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചു നോക്കാം എവിടെ വല്ലതും കിട്ടുമോ ഇല്ലയോന്ന്. ഈ സൈഡ് ഇരിക്കണേ. അടിച്ചു. അയ്യോ ഹെവി സാധനമാ. മിസ്സാവൂടാ, മിസ്സാവും. ഹെവി സാധനം അടിച്ചു കയറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. ഹെവി സാധനമാണ്. ഓ സ്റ്റിക്ക് ഒടിഞ്ഞു ഗൈസ്. ഹെവി സാധനം അടിച്ചു കയറ്റിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റിക്ക് വീണ്ടും ഒടിഞ്ഞു ഗൈസ്. നമുക്ക് നോക്കാം, കരയിലോട്ട് കയറാം. ഗൈസ് നല്ല നാടൻ വരയല്ല ഗൈസ്. എങ്ങനെ പോയാലും ഒരു 1.5 kg സാധനമുണ്ട്. കിടുക്ക് സാധനമാണ് കയറ്റിയേക്കുന്നത്. പിന്നെ ഏതാണ്ടൊക്കെ തിന്നിട്ട് വയറെല്ലാം സെറ്റായിട്ടിരിക്കുക. പിന്നെ മുതൽ ഇങ്ങനെ പിടിച്ചടാ, ഇങ്ങനെ ഇവിടെ പിടി, ഇവിടെ വള്ളി പിടി. ഇതാണ് സാധനം. അതല്ല കിടുക്ക് സാധനമാണ്. ഏതാണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. വയറെല്ലാം സെറ്റായിട്ടിരിപ്പുണ്ട് സാധനത്തിന്റെ. ഗൈസ്, നമ്മൾ അന്ന് വാഹ അടിച്ചപ്പോൾ നമ്മുടെ സ്റ്റിക്കാണ് ഈ ഒരു ഭാഗത്ത് വെച്ചായിരുന്നു അന്ന് ഒടിഞ്ഞു പോയത്. ഇപ്പൊ രണ്ടാമത് പോയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതിന്റെ മേളിൽ വെച്ചാണ് ഒടിഞ്ഞു പോയേക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്പോട്ട് വെച്ചാണ് ഒടിഞ്ഞു പോയേക്കുന്നത്. ഇതുകൊണ്ട് സാധനം ചന്ന പിന്നെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇനി എന്തോ ചെയ്യുന്ന അറിയത്തില്ല. അതാ പോയിട്ടുണ്ട്. എന്നാ കാണിച്ചടാ, ആ കൈ നേരെ വെച്ചിട്ട് നിന്റെ കയ്യിലൊന്ന് കാണിച്ചേ. വലിപ്പമുള്ള സാധനമാണ് അടിച്ചത്. ഇവിടെ വെച്ച് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഫിഷിംഗ് ഒക്കെ നടത്തുവാണ്. നമ്മളിപ്പോൾ ഇനി വീട്ടിലോട്ട് പോകാൻ നമുക്ക് വേറെ എന്തോ ഓപ്ഷനൊന്നുമില്ല. കാരണം സ്റ്റിക്ക് ഒടിഞ്ഞു പോയില്ല. നമുക്കാണെങ്കിൽ ഇവിടം വെച്ച് അഴിച്ചിട്ട് ഇതിനകത്തിട്ടൊന്ന് അടിച്ച് നോക്കാം. കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമുക്ക് ചുമ്മാ ഒന്ന് അടിച്ച് നോക്കാം. വേറെ വല്ലതും ഉണ്ടെങ്കിൽ അടിച്ചാലോ. അപ്പോൾ ഗൈസ്, നമ്മളാണ് സ്റ്റിക്ക് കണ്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഒടിഞ്ഞു പോയത്. നമ്മൾ പിന്നെ അവിടെ വെച്ചിട്ട്, കാരണം ഇവിടെ മീനുണ്ട്, നമുക്കിനി അടിക്കുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ നമ്മളാണെങ്കിൽ ബാക്കിയാണ്ട് അത്രയും ഭാഗം ഒടിച്ച് കളഞ്ഞിട്ട് പിന്നെ ബ്രൈഡെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം വല്ല അടിക്കുമെന്ന്. സാധനം പോകുന്നുണ്ട്. ഇതുപോലൊരു ഫിഷിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം സ്റ്റിക്ക് ഫുള്ളില്ല. ഇവിടം വെച്ച് നമ്മൾ ഒടിഞ്ഞ സ്റ്റിക്കാണ് സെറ്റ് ചെയ്തിടുന്നത്. നമ്മുടെ ബ്രാവോടെ ആണെങ്കിൽ ഈ ഒരു ഹുക്കാണെങ്കിൽ എപ്പോഴും തിരിഞ്ഞു വരുമോ. ഇപ്പോൾ നമ്മുടെ ഈ എന്താ ഫ്രോഗ് പോയെന്നാണ് തോന്നുന്നത്. കാരണം എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞു വന്ന് അവിടെ ഇവിടെ എല്ലാം കയറി ഇങ്ങ് ഉടക്കുക. ഇല്ല, നമ്മൾ ഈ കാടെല്ലാം കൂടെ അടിച്ച് കലക്കി ഇറങ്ങിയോണ്ട് മീൻ അടിക്കുന്നില്ല. ഇവിടെ അടുത്ത് മീൻ അടിക്കേണ്ടായിരുന്നു. നമുക്ക് വേറൊരു സ്ട്രൈക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത് വെച്ചിട്ട് ലോങ് കാസ്റ്റ് ഒന്നും അടിക്കാൻ പറ്റുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം വെച്ച് അടിക്കാൻ പറ്റുന്നുണ്ട്.
അതുകൊണ്ട് അവിടെ ഒരു വരാലടിച്ച് ഗൈസ്. നമുക്ക് നോക്കാം അവനെ വന്ന് അടിക്കുമോന്ന്. നമുക്കാണെങ്കിൽ വേറെ അപ്പുറത്തെ സൈറ്റിലോട്ടൊന്ന് അടിച്ചു നോക്കാം വല്ലതും കിട്ടുമോന്ന്. പക്ഷെ ഞങ്ങൾ കാട് വെട്ടിത്തെളിച്ചാണ് കയറി പോകുന്നത്. അപ്പുറത്തൊരു പാത്തിയുണ്ട്, ഞങ്ങൾ ആ പാത്തിയിലോട്ടൊന്ന് കാസ്റ്റ് ചെയ്യാൻ പോകാനുള്ള വഴി നോക്കുക. മൊത്തം മുള്ളായിരുന്നു. അപ്പുറത്ത് പാത്തി ഉണ്ടോന്ന് തന്നെ അറിയത്തില്ല. ഞങ്ങള് വഴി കിട്ടി ഇത്രയും വന്ന് കയറിയിട്ടുണ്ട്. അപ്പുറത്തൊരു ചെറിയ പാത്തിയുണ്ട് കണ്ട്. നമ്മളെന്റെ അക്കരയിൽ ഇക്കലോട്ട് ഈ ഒരു പാത്തി സ്പോട്ട് ചെയ്താണ് നമ്മൾ വന്നേ. കാടെല്ലാം തെളിച്ച് നമ്മളൊരു വീഴ്ത്തി ഏതോ ഒരു കാട്ടിലൊക്കെ വന്ന് കയറിയിട്ടുണ്ട്. ഒരെണ്ണം അടിച്ചു. കാട്ടിനകത്ത് കൊണ്ട് കയറ്റിയിട്ടുണ്ടവൻ. ഒരു ഷൊട്ട വരല. അടുത്ത ഒരെണ്ണം അടിച്ചു കയറിയിട്ടുണ്ട്. നാടൻ വരല്ലേ ഇവിടെ കിടക്കുന്ന എല്ലാം നല്ല. അയ്യോ, ഒരു നാടൻ വര. ഒരു ചെറിയൊരു ചിന്ന സൈസ് ഒരു സാധനം അടിച്ചിട്ടുണ്ട്. പിന്നെ പിടിക്കാനെ കൊണ്ട് എങ്ങനെ പിടിക്കൂടാ? ആര് പിടിക്കൂടാ? അപ്പൊ നമുക്ക് അവിടെ പോയാ. അവൻ ഭയങ്കര ഡൈവേറിനാ. അല്ല മുഖമൊക്കെ കുത്തിയാ വീണേ. പട്ടേല ഇട്ടതാലും എങ്ങനെ പിടിക്കും? അവിടെ മഴ വരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പിന്നെ പോക്കറ്റ് ഇടാം. നമുക്ക് ഇടാൻ വേറെ സ്പോട്ട് ഒന്നും ഇല്ലാതുകൊണ്ട് നമ്മൾ പോക്കറ്റ് ഇവനെ കയറ്റിയിടുന്നേ. കുറച്ചു നേരം പോക്കറ്റ് കിടക്കട്ടെ. നമുക്ക് സിബൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച് പോക്കറ്റ് കയറ്റിയിട്ടുണ്ടോ? പാല് മാത്രം വെളിയിലുണ്ട്. നമ്മൾ ചിക്കൻ അപ്പൊ കഴിച്ച് നിങ്ങൾ കണ്ടോണം. നമ്മളാണെങ്കിൽ ഇത് മണ്ടയെല്ലാം ഒടിഞ്ഞു പോയാൽ നമ്മൾ ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ അടുത്ത് വരാലിനെ അടിച്ച് കയറ്റിയേ. ലാസ്റ്റ് ആയിട്ടൊന്ന് കസ് ഒന്നും കൂടെ കസ് ചെയ്യാം. അയ്യോ, എല്ലാം എടുത്തേ. നമുക്കുണ്ട് ഈ ഒരു വിരലിനാണ് കിട്ടിയേ. അത്യാവശ്യം 1.5 കിലോ ഉണ്ട്. പിന്നെ ഒരു ഷട്ടവരാലും ഉണ്ട്. ഒരു മീൻപെട്ടിയുടെ പകുതിയുണ്ട്. അപ്പൊ കേസ് നമ്മളാണ് ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കുമ്പഴയിലായിരുന്നു ഫിഷിംഗ്. അപ്പൊ ഞാൻ മാത്രമല്ലായിരുന്നു, നമ്മളോട് വേറെ കുറെ മച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഇന്ന് വരാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളാണെങ്കിൽ അവിടെ ചെന്ന് അടിച്ചപ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു വരലിനെ അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ചെയ്യാനാ, ഇതിന് മുന്നേ നമ്മളാണെങ്കിൽ ആകെ കൊല്ലത്തടിക്കാൻ പോയ സമയത്ത് നമ്മുടെ സ്റ്റിക്കിന്റെ പകുതി വെച്ചൊന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു സ്റ്റിക്ക് വീണ്ടും MC-യിലൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടായിരുന്നേ നമ്മളാണെങ്കിൽ ഇന്ന് ഫിഷിങ്ങിന് പോയത്. ഇന്നും അവിടെ ചെന്ന് 2 കിലോ വരുന്ന ഒരു വരാലിനെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് പൊക്കെ അങ്ങോട്ട് എടുക്കാൻ നേരത്ത് തൊട്ട് മേളിൽ വെച്ചാണ് വീണ്ടും നമുക്ക് അത് അവിടെ വെച്ച് ബ്രേക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു. എന്തോ ചെയ്യാനാ, നമ്മളാണെങ്കിൽ തോറ്റു കൊടുക്കാൻ തന്നെ തയ്യാറല്ലായിരുന്നു. നമ്മൾ വീണ്ടും അതിന്റെ അവിടെ വെച്ച് ഒടിച്ച് കളഞ്ഞിട്ട് ബ്രൈഡും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് വീണ്ടും നമ്മൾ കാസ്റ്റ് ചെയ്തു. അതിനകത്ത് നമുക്കൊരു വരാലിനെ അടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല വീണ്ടും നമുക്കൊരു നല്ലൊരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തോ ചെയ്യണം, നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് ഫുള്ളായി പോയതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷ്വലും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ നല്ല കിട്ടു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.